ആശാനെ, ഞാൻ കുറെ നേരമായിട്ട് പറയണത് ഇതൊന്നും നടപടിയാവണ കേസൊന്നുമല്ല. ഈ പച്ചക്കറി ഒന്നും മാറി മേടിച്ചില്ലെങ്കിലേ ഈ ശാമ്പാരം കിമ്പാർത്തും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ആശം പുള്ളി വിളിച്ച് കാര്യം പറ, അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് കൂട്ടാം. മാറ്റെടുത്ത കല്യാണം എന്താ സുരേ? എന്താണോ ഈ സൂര്യ പറയുന്നത് കേട്ടിട്ട് പച്ചമുളകത്തിന്റെ കണ്ണിലെ മൂക്കിൽ അണ്ണാക്കിലും തയ്ക്കാൻ തോന്നുന്നുണ്ട്. കട്ടപ്പോകെ എന്താണ് പറഞ്ഞു കൊടുക്കണോ? എന്റെ പൊന്നിയേട്ടാ, ഈ പച്ചക്കറി ഒന്നും കാര്യം നടക്കൂല കേട്ടാ. ഈ തക്കാളിക്കൊക്കെ എന്റെ ചീന മുട്ടയുടെ മണമാണ്. ആ വെണ്ടക്കൊക്കെ പച്ചക്കറിനെ പോലും കൊള്ളൂല. ഇവൻ പിന്നെ നായിക്കെട്ടാണെങ്കിലും തിന്നോളൂ. നിങ്ങൾ ഇതൊക്കെ എവിടുന്നാ മേടിച്ചേ? ചന്തയിലെ ബാബുവിന്റെ കടയിൽ. ബാബുവിന്റെ കടയിൽ നിന്ന്. അവന്റെ കടന്ന് ആരെങ്കിലും സാധനം മേടിക്കോ? വന്നിട്ട് ഇത്രയും നേരായി ഒരു ചെറുതരം പോലും ആരുമില്ല. കല്യാണം നടത്തിന് ഇവര്. ഓ ചേട്ടനെ ആ ടർപ്പയുടെ പുറകിലേക്ക് വെക്കും, അവിടെ ഉണ്ട് സാധനം. അത് പറ. ജയൻ ചേട്ടാ, ചേട്ടൻ വിചാരിച്ച പോലെയല്ല. അത് നമ്മുടെ അഞ്ചുവിന്റെ കുട്ടിയാരി കെട്ടാൻ പോണ പയ്യനാണ്. ആ മോമ്മയിലുള്ള ചെക്കനാണ്. അടുത്ത ആഴ്ച വരെ കല്യാണമാണ്. പിന്നെ സുനി പറഞ്ഞാലും കാര്യമുണ്ട്. ആ തക്കാളി മാറ്റി പുതിയ തക്കാളി വാങ്ങാൻ നോക്ക് കേട്ടോ. കേട്ടോ എന്റെ സ്വഭാവം അവർക്ക് അറിയില്ല. ചീഞ്ഞ മുട്ടേന്റെ മണം. ആശാനെ, ഈ തക്കാളിക്കൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ എനിക്കൊരു മണം തോന്നല്ലോ. കേട്ടില്ലേ സുനി? എനക്ക് തോന്നില്ല, എനിക്കും തോന്നില്ല. ആ അതാണ്. എന്റെ പൊന്നുള്ള പച്ചക്കറി മുഴുവൻ തിന്ന് തീർത്ത് കഴിഞ്ഞാൽ നാളെ അന്നെ വെട്ടിമുറിച്ച് സാമ്പാർ ഉണ്ടാക്കാൻ കഴിയില്ല. അരിയൻ രണ്ട് ആൾക്കാരെ വിളിച്ചു പോവാ. ഈ തങ്ങപ്പുറം വെക്കട്ടെ. നശിപ്പിക്കല്ലേ. ചേച്ചി മൊബൈൽ എടുത്തല്ലോ. ആഹാ, കോഴിക്കാണോ നിങ്ങൾ തീറ്റോട്ട് കൊടുക്കുന്നത്? ആ നിക്ക്. ആ കോഴി കിട്ടിയോ? നിന്നെ ശരിയാക്കി തരട്ടോ. എന്റെ സൊസൈറ്റിയിലെ ആൾക്കാരാണ്, ഒന്ന് നന്നായിട്ടൊക്കെ പിടിക്കണേ. ഞാനായിട്ട് ഫോട്ടോ എടുത്തരോ? ഒരു ഫോട്ടോ എടുത്തരോ? എന്താടാ ഇപ്പൊ ഫോട്ടോ എടുത്തെടുക്കുന്നില്ലേ? എടുത്തെടുക്കടാ. ആക്കടോ. എടാ മര്യാദക്കൊന്ന് പിടിക്കണോ ലൈറ്റ്. ഈ പുറകിരിക്കുന്ന ചെറുക്കം ഭയങ്കര പെറപ്പാട്ടോ. ഓക്കെ നേരത്തെ വരാം.